ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹുമാ ഡിസൈൻസ്. അപ്പൊ ഇന്ന് നമുക്കുണ്ടല്ലോ ഒരു കിഡ്സിന് പറ്റിയ സിമ്പിൾ ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു ഗൗൺ സ്റ്റിച്ച് ചെയ്താലോ. അപ്പൊ ഞാൻ അതിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു മെറ്റീരിയൽ ആണ്. ഇപ്പൊ ഇത് ഒരു ഡബിൾ ഷെയ്ഡ് കൂടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് കിഡ്സിന് പറ്റുന്ന ഒരു നല്ലൊരു ഗൗൺ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് ആദ്യം ഈ ക്ലോത്തിനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്ന് കോണായിട്ട് മടക്കിയിടാം. അപ്പൊ നമ്മളിവിടെ ക്ലോത്തിന് കോൺ രൂപത്തിൽ ഇങ്ങനെ മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് തയ്ക്കുന്നത് ഒരു 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു മെഷർമെന്റിലാണ്. അപ്പൊ നമുക്ക് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്യാം. 4.5 ആണ് ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ആം ഹോളും ഞാനിവിടെ 4.5 ആണ് മാർക്ക് ചെയ്യുന്നത്. എനിക്കിവിടെ ചെസ്റ്റ് വേണ്ടത് 7 ഇഞ്ചാണ്. ഇനി നമുക്കിതില് കൈക്കുഴി വരച്ചു കൊടുക്കാം. അടുത്തതായി ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് വേസ്റ്റ് ആണ്. ഇവിടെ 6.5 ആണ് ഞാൻ എടുക്കുന്നത്. ഇനി വേസ്റ്റും ചെസ്റ്റും തമ്മിലൊന്ന് ബന്ധിപ്പിച്ചു കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ടോട്ടൽ ലെങ്ത് നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ചെറിയ പ്ലീറ്റ് ഇട്ടിട്ട് ഒരു ചെറിയ പീസ് കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ടോട്ടൽ ലെങ്ത് വേണ്ടത് 22 ആണ്. അപ്പൊ ഞാൻ ഇപ്പൊ മാർക്ക് ചെയ്യാൻ പോകുന്നത് 19 ഇഞ്ചാണ്. ഈ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ നമുക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള ഒരു വീതി ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ അറ്റത്ത് ഒരു 1/2 ഇഞ്ചില് ഒന്നിതിനെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ അടിയിൽ ഒരു ഫ്രില്ല് ഇട്ട് കൊടുക്കണം. അപ്പൊ അത് ഫ്ലീറ്റ് ഇടാനുള്ള ഒരു 3 ഇഞ്ച് വീതിയിൽ ഞാൻ ഇവിടെ ഒരു ലെങ്ത് ക്ലോത്ത് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ലെങ്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അടുപ്പിച്ച് വേണം എന്നുള്ളവർക്ക് അതിനനുസരിച്ച് എടുക്കാം. അതല്ല ചെറിയ ചെറിയ പ്ലീറ്റ് മതിയെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ ലൈനിങ് ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ലൈനിങ്ങിന്റെ മുകളിൽ ഈ ഒരു പീസ് തുണി വെച്ചിട്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഇതിന്റെ ലൈനിങ് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങിൽ നമുക്ക് അതിന്റെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിന് ഇവിടെ ഞാൻ 1.25 ഇഞ്ച് വിഡ്ത്താണ് എടുക്കണമെന്നുള്ളൂ. ഇനി ഞാൻ ഇവിടെ ഫ്രണ്ട് നെക്കിന് ഇവിടെ 3.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നെക്കിന് നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് അത് നമുക്ക് ഇവിടെ വരച്ചു കൊടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പാണ് വരയ്ക്കുന്നത്. ഇനി ഞാൻ ബാക്ക് നെക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്ക് നെക്കിന് ഞാൻ ഇവിടെ 3 ഇഞ്ചാണ് എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ നെക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ആദ്യം കട്ട് ചെയ്യേണ്ടത് ബാക്ക് നെക്കാണ്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരെണ്ണം മാറ്റി വെച്ചിട്ട് ഈ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ബാക്ക് നെക്കിന്റെയും ഫ്രണ്ട് നെക്കിന്റെയും കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരെണ്ണം മാറ്റി വെച്ചിട്ട് ഈ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ബാക്ക് നെക്കിന്റെയും ഫ്രണ്ട് നെക്കിന്റെയും കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം.
ഇനി നമുക്ക് ഈ മെയിൻ ക്ലോത്തിലേക്ക് ഈ ലൈനിങ്ങിനെ എങ്ങനെ അറ്റാച്ച് ചെയ്യാമെന്ന് നോക്കാം. നമുക്കപ്പോ ആദ്യം തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അരികെ ചേർത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഫ്രണ്ടിലെ പാർട്ടാണ്. ഇപ്പൊ ഇനി നമുക്ക് ഈ നെക്കിന്റെ ഈ ലൈനിങ്ങിനൊപ്പം വെച്ചിട്ട് ഈ മെയിൻ ക്ലോത്തിന്റെ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ 2 കൈക്കുഴി കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ സൈഡില് ഈ അടിച്ച സ്റ്റിച്ചില് ടച്ച് ചെയ്യാതെ ചെറിയ ചെറിയ ചെരിച്ച് വെച്ചിട്ട് ഒരു ഇങ്ങനെ വെട്ടിട്ട് കൊടുക്കാം. ഇത് ഈ പറയുന്ന നെക്കിലും ആ ആം ഹോളിന്റെ ആ കൈക്കുഴിയിലും നമുക്ക് ചെയ്തു കൊടുക്കണം. ഇനി നമുക്ക് ഇതിനെ തിരിച്ചിടാം. എന്നിട്ട് ഈ നെക്കിന്റെ സൈഡ് ചേർത്തും ഈ കൈക്കുഴിയുടെ ആം ഹോൾ ഇല്ലേ അതിന്റെ സൈഡ് ചേർത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് പാർട്ടിന്റെ ഇവിടെ സ്റ്റിച്ച് നെക്കും ആം ഹോളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ പാർട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നെക്കും ഈ കൈക്കുഴിയും നല്ല വശത്ത് വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മെയിൻ ക്ലോത്തിന്റെ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലും നമുക്ക് നെക്കിലും ആം ഹോളിന്റെ ആ സൈഡിലും സ്റ്റിച്ചില് ടച്ച് ചെയ്യാതെ ഇങ്ങനെ ചെറിയ ചെറിയ വെട്ടിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്കും കൈക്കുഴിയും സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് അവിടെ പെടഞ്ഞ് ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല കൃത്യമായിട്ട് നെക്കും കൈക്കുഴിയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈനിങ്ങിന്റെ ഉള്ളിലേക്ക്, അതായത് നമ്മളിപ്പോ ഈ മെയിൻ ക്ലോത്തിന്റെ നല്ല വശത്ത് വെച്ചിട്ടാലോ ലൈനിങ് വെച്ചേക്കുന്നത്. അപ്പൊ ആ നല്ല വശത്തിന്റെ സൈഡിലേക്ക് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രണ്ട് പാർട്ട് ഇല്ലേ അതിന്റെ ഈ സ്ലീവ് കയറ്റി കൊടുക്കണം. ഇതേപോലെ കയറ്റിയെടുക്കാം. എന്നിട്ട് ഈ ഷോൾഡർ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ ഷോൾഡറിന്റെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്ക് സൈഡിന്റെ നെക്കിലും ആ ആം ഹോളിലെ കൈക്കുഴി അതിന്റെയും സൈഡിൽ നമുക്ക് ഓരോ സ്റ്റിച്ച് വീതം കൊടുക്കാം. അപ്പൊ നമ്മുടെ നെക്കും ഇവിടുത്തെ കൈയും നമ്മുടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സൈഡ് അടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഈ ക്ലോത്തിനെ ഉള്ളില് നമുക്ക് ഈ ലൈനിങ്ങിനെ ഒരുമിപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ എടുക്കുക.
എന്നിട്ട് ഇതിന്റെ അടിക്ക് ചേർത്ത് നമുക്ക് അടിച്ചു പോരാം. നമുക്ക് ഇപ്പുറത്തും ഇങ്ങനെ തന്നെ നമുക്ക് സൈഡ് അടിച്ചു കൊടുക്കാം. ഇങ്ങനെ സൈഡ് അടിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളില് ഇത് അടിച്ചു കഴിയുമ്പോ അതിന്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെ ഇരിക്കും. അതായത് ആ സ്റ്റിച്ചിന്റെ ബാലൻസ്, ആ പീസ് ഒന്നും നമുക്ക് ഇവിടെ കാണത്തില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടും. മാത്രല്ല കുഞ്ഞു മക്കൾക്കാണെങ്കിലും കുത്തിക്കൊള്ളത്തുമില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈനിങ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ സൈഡ് കൂടി സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കാം. ഇനി നമുക്ക് ഈ ലൈനിങ്ങിന്റെ അടി ഒന്ന് മടക്കി അടിക്കാം. അതിനായിട്ട് ആദ്യം ഒരു മടക്ക് മടക്കി വീണ്ടും ഒരു മടക്ക് മടക്കിയിട്ട് നമുക്ക് ഇത് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ അടിയിൽ പ്രില്ലിട്ട് കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോ ഇതിന്റെ സൈഡ് അടിച്ചില്ലേ, അതിൽ നിന്ന് ഒരു ഇച്ചിരി നമുക്ക് ഇത് അയക്കാം. ഞാനിവിടെ ഇത് എടുത്തേക്കുന്നത് 3 ഇഞ്ചാണ്. അതെനിക്ക് ഇവിടെ തേരുള്ളത് കൊണ്ടാണ് ഞാൻ 3 ഇഞ്ച് എടുത്തത്. എനിക്ക് അടി മടക്കി അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത് തേരില്ലാത്ത പീസാണ് കിട്ടണമെങ്കിൽ 1 ഇഞ്ചും കൂടി കൂട്ടി എടുത്താൽ നന്നായിരിക്കും. അപ്പൊ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണേ എന്ന് നോക്കാം. ഞാനിവിടെ പ്ലീറ്റ് ഇട്ട് തുടങ്ങുന്നത് ഈ ഫ്രണ്ട് പാർട്ടിന്റെ സെന്ററിൽ നിന്നാണ്. അപ്പൊ സെന്റർ ഞാൻ അടയാളപ്പെടുത്തിയിട്ട് അവിടുന്ന് ഞാൻ പ്ലീറ്റ് ഇട്ട് തുടങ്ങാണ്. ഇപ്പൊ നമ്മളിവിടെ ഫ്ലീറ്റ് ചീത്തവശത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ തിരിച്ച് നല്ല വശത്തേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതിന്റെ അറ്റത്തോട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ ഫ്ലീറ്റ് നല്ല ഭംഗിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഫ്ലീറ്റിന്റെ ബാക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ചെറിയൊരു സ്റ്റിച്ച് നമ്മൾ വിടിയിച്ചിട്ടുണ്ടായിരുന്നു. അത് കൂട്ടി ഈ ഫ്ലീറ്റിനെ നമുക്ക് കൂട്ടിയിട്ട് നമുക്കിത് അടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ സ്റ്റിച്ചിങ് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കിഡ്സിനുള്ള ഒരു ഗൗൺ ആണിത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഗൗൺ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.